ഉദിച്ചുയരുന്ന വിസ്മയ നക്ഷത്രമായി വീണ്ടും ഒരിക്കൽ കൂടി ആ 15-കാരൻ ഇന്ത്യക്ക് അഭിമാനമായി. പ്രായത്തിന്റെ അതിരുകൾക്ക് മേലെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭൂപടത്തിൽ അവൻ എഴുതിയ മായാത്ത ചരിത്രം. ആ ബാറ്റിംഗ് ശൈലി ഒരു കാവ്യാനുഭവം പോലെ മനോഹരമാണ്. അതിനായി കാത്തിരിക്കുന്ന മനുഷ്യരെ അവൻ നിരാശപ്പെടുത്താറുമില്ല. എതിരാളികളുടെ പരിചയ സമ്പത്തിനും പേരെടുത്ത ബൗളർമാരുടെ വേഗതയെയും നിസാരഭാവത്തിൽ അവൻ അതിർത്തി കടത്തും. സിംബാബ്വൻ മണ്ണിൽ പരമ്പര തൂത്തുവാരാനിറങ്ങുമ്പോൾ വൈഭവിന്റെ ബാറ്റിംഗ് വിരുന്നാണ് ആരാധകർ കാത്തിരുന്നത്. ദൗർബല്യങ്ങളെ പഠിച്ചെടുത്ത് ക്രിക്കറ്റ് വസന്തത്തിന്റെ കുഞ്ഞു സൂര്യനെ മടക്കാൻ സിംബാബ്വെ പന്തെടുത്തു. എന്നാൽ അസാമാന്യ വൈഭവത്താൽ ക്രിക്കറ്റ് അഭിനിവേശത്തിന്റെ അടങ്ങാത്ത കാഴ്ചകളാണ്. ഹരാരെയിൽ ഇടംവലം അടിച്ചു തകർത്ത നിർഭയനൊരുത്തനിൽ സിംബാബ്വെ നിരാശരായി. അന്താരാഷ്ട്ര മത്സരത്തിലേക്കുള്ള വരവ് വേഗത്തിലായെന്ന വിമർശനങ്ങൾക്ക് വൈഭവിന്റെ ബാറ്റിലാണ് മറുപടി. മുസബ്രാണിയും ബ്രാഡിവൻസുമെല്ലാം ആ ഇടം കൈ ചൂടറിഞ്ഞു. അസാമാന്യ ഷോട്ടുകളിൽ 4 പടുകൂറ്റൻ സിക്സറുകളാണ് ഹരാരെയിൽ വൈഭവിൽ പിറന്നത്. പതിവിനപ്പുറം ശ്രദ്ധയോടെ ബാറ്റെടുത്ത വൈഭവിൽ ക്ലാസ് ഷോട്ടുകൾ കണ്ടു. ഇന്ത്യക്ക് തണലേകാൻ കായിക ലോകം കണ്ടത് നാളെയുടെ വൻമരത്തെയാണ്. ആശ്വാസ ജയത്തിനായി സ്വപ്നം കണ്ട സിംബാബ്വെക്ക് മേലെ അവൻ അങ്ങ് നിറഞ്ഞാടി. അവൻ അടിച്ചുകൂട്ടിയ 81 റൺസുകളിൽ നിറഞ്ഞു തളിർത്തൊരു ക്രിക്കറ്റ് വസന്തകാലം ലോകം കൺകുളിർക്ക കണ്ടു. പിന്നാലെ വന്നവർ റണ്ണെടുക്കാൻ വിഷമിച്ചപ്പോഴാണ് ഒരു 15-കാരൻ ക്രിക്കറ്റ് മൈതാനത്ത് തീപിടിപ്പിച്ചതെന്ന് ഓർക്കേണ്ടതാണ്. രണ്ടാം അർദ്ധശതകവുമായി താനില്ലാതെ ഇനിയൊരു ഇന്ത്യൻ ടീമില്ലെന്ന് അവൻ പറയാതെ പറഞ്ഞു. 3-ാം മത്സരവും ജയിച്ച് പരമ്പര ഇന്ത്യ തൂത്തുവാരുമ്പോൾ വൈഭവ് എന്നൊരു വിസ്മയം അത് തുടരുകയാണ്. 15 വയസ്സെന്നത് സ്വപ്നം കാണാൻ തുടങ്ങുന്ന പ്രായമാണ്. എന്നാൽ 15-ാം വയസ്സിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അത്ഭുത പിറവിയാണ് നമ്മൾ കാണുന്നതും കാണാനിരിക്കുന്നതും.